ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങാൻ പോകുന്നത് ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ടൈമിൽ ചിക്കൻ വാങ്ങിച്ചോളൂ, അതെൻ്റെ ബർത്ത്ഡേക്കായിരുന്നു. പിന്നെ ചിക്കൻ വാങ്ങിച്ചില്ല, അന്ന് ലെഗ് പീസാണ് മേടിച്ചത്. ഇപ്പം നമ്മൾ ലെഗ് പീസല്ല വാങ്ങിച്ചത്, ബ്രസ്റ്റ് പീസാണ് വാങ്ങിച്ചത്. അപ്പം 1 kg 50,000 സോം എന്നാണ് പറഞ്ഞത്. അപ്പം അത്ര ഇല്ലായിരുന്നു, അപ്പോൾ 42,000 ഉള്ളായിരുന്നു. 42,000 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 300 റുപ്പീസ് ആയിട്ട് വരും. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്, ചിക്കൻ്റെ ലെഗും അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് തന്നെയുള്ള എക്കോ ബസാർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് റേറ്റൊക്കെ കുറച്ച് കിട്ടും. പിന്നെ ഇവിടെ മുട്ടകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉസ്ബെക്സ് തിന്നുന്ന ഈ സലാഡ്സൊക്കെയാണ്, അങ്ങോട്ടൊന്നും നമ്മൾ തിന്നാറില്ല. അങ്ങനെ ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചിക്കൻ, ബീഫ് അങ്ങനെ എല്ലാം കിട്ടും. പാല്, തൈര്, നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ ഇത് ഞങ്ങൾ ട്രൈ ആക്കാൻ വേണ്ടി മേടിച്ചാണ്. നമ്മളെ റൊമാലി റൊട്ടിയൊക്കെ കണക്കത്തെ ഒരു സംഭവമാണ്. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല ആ റൊട്ടി. അങ്ങനെ ഞങ്ങൾ ട്രൈ ആക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ മിക്ക സാധനങ്ങളും ഇവിടെ കിട്ടും നമുക്ക് നാട്ടിൽ തന്നെ. അരിയും ഇവിടെ നമ്മൾ നോർമൽ അരി കിട്ടത്തില്ല, നമുക്ക് ബസ്മതിയാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമ്മളെ പയറും കടലയൊക്കെ കിട്ടും, പക്ഷെ നല്ല റേറ്റാണ്. പിന്നെ ഇവിടെ മസാലാസ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് എല്ലാം ഉണ്ട്. പിന്നെ വേറൊരു കട നമ്മൾ അതിൻ്റെ വേറൊരെണ്ണം കണ്ടപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി കയറിയതാണ്, പക്ഷെ വാങ്ങിച്ചില്ല. പിന്നെ ഇതൊരു സ്നാക്സിൻ്റെ സെക്ഷനാണ്. നമ്മളിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. നടന്നാണ് നമ്മളൊരു ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ഉസ്ബെക്ക് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവിടെ നല്ല ഡെസേർട്ട്സ് ഒക്കെ ഉണ്ട്, കേക്ക്സൊക്കെ, ബർത്ത്ഡേ കേക്ക്സും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്, നമ്മളെ ബക്ലാവ, കുനാഫ, ചോക്ലേറ്റ് അതൊക്കെ ഉണ്ട്. കുറേ സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ട്. ഇതും എക്കോ ബസാറിൻ്റെ ഒരു പാർട്ടിലാണ്. പിന്നെ നമ്മൾ പോകുന്ന വെജിറ്റബിൾ വാങ്ങാനാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഷോപ്പിൽ നിന്നാണ് വെജിറ്റബിൾ വാങ്ങുന്നത്. അപ്പോൾ അവർ നമുക്ക് റേറ്റൊക്കെ കുറച്ച് തരുകയും ചെയ്യും, നമുക്ക് എല്ലാം കുറച്ച് അതുക്കൊക്കെ തരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് അവിടുത്തെ. പിന്നെ ഒരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്കിള് ഇന്നില്ലായിരുന്നു, അതിന് വേണ്ടി വേറെ അങ്കിളായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഗൈസ്, രാത്രി 1:58 ആയിട്ടുണ്ട്. 1:58 വെളുപ്പിന്. വിശന്നപ്പോൾ കട്ടൻ ചായ, നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണ്. അപ്പം ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എത്ര മണിയോ? 2 മണിയായിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു എക്സാം വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മുട്ടയൊക്കെ നമ്മൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഇവിടെ ഉള്ള കുക്കുംബറും ഒനിയനും ടൊമാറ്റോ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് മുട്ടയാണ്. അപ്പം നമ്മളിവിടെ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ബ്രെഡ് നമ്മൾ ഫസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു നെയ്യിൽ. ഇത് വീറ്റ് ബ്രെഡാണ്. അതിലോട്ട് നല്ല കണക്ക് നമ്മൾ ടൊമാറ്റോ സോസൊക്കെ നല്ല തേച്ച് കൊടുക്കുന്നുണ്ട്.
2 പീസ് ബ്രെഡിൽ നമ്മൾ വെച്ചിട്ട് നമ്മളിനി കുറച്ച് വെജിറ്റബിൾസൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ ടൊമാറ്റോ വെച്ചു, ഒനിയൻ വെച്ചു. നമ്മൾ അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ കുക്കുംബർ വെച്ചു. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടി എടുത്ത് വെച്ചപ്പോൾ നമ്മൾ എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് എഗ് സാൻഡ്വിച്ച് എന്ന് പറയാം. രണ്ട് 24 ആയിട്ടുണ്ട്. കട്ടൻ ചായ സാൻഡ്വിച്ച് നമുക്ക് കഴിക്കാം. നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്.